ഞാൻ ശ്രദ്ധിച്ചു, പുതിയൊരു നോട്ടീസ് ബോർഡ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തത് സ്കൂളിൽ വന്നിരിക്കുന്നു. വളരെയധികം പഴയൊരു പലകയിൽ റസ്റ്റഡായി തുടങ്ങിയ പിൻസ് വെച്ച് കുത്തിയിട്ട് ഒരു നോട്ടീസ് ബോർഡ്. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ടുഡേ ദർ വിൽ ബി അറ്റൻഡൻസ് എന്നായിരുന്നു. ആൻഡ് അതിൻ്റെ താഴെ ഓരോ കുട്ടികളുടെ പേരിങ്ങനെ ലിസ്റ്റ് ചെയ്തിരുന്നു. ആൻഡ് അതിൽ എൻ്റെ പേരുമുണ്ടായിരുന്നു. ഐ വാസ് ഷോക്ക്ഡ്. ആൻഡ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, നിങ്ങളിതിവിടെ മുമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഇതെപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ എൻ്റെ പേര്. അവരപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ പേരും അതിൽ എപ്പോഴും ഉണ്ടായിരുന്നു. നീ ഇതൊക്കെ ഇപ്പോഴാണോ കാണുന്നത്? എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നി. അന്ന് വൈകിട്ട് 4:30 കറക്റ്റായിട്ട് ബെല്ലടിച്ചു. പക്ഷേ ആ ബെല്ലടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എപ്പോഴും കേൾക്കുമ്പോഴത്തെ ആ ഒരു ഫേം ഷാർപ്പായിട്ടുള്ള ബെല്ലായിരുന്നുള്ളത്. വളരെ ഡൾ ആൻഡ് സ്ലോ ആയിട്ടുള്ളൊരു ബെൽ. പെട്ടെന്ന് സ്പീക്കറിൽ നിന്ന് ഒരാൾ സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് വാസൻറ്റ് ദ പ്രിൻസിപ്പൽ. ആ വോയിസ് പറഞ്ഞു, അറ്റൻഡൻസിന് സമയമായി, എല്ലാവരും താഴോട്ട് വരിക. പെട്ടെന്ന് എൻ്റെ ക്ലാസ്സിലെ എല്ലാവരും എണീറ്റു. അവരുടെ അടുത്ത് ആരും എണീക്കാൻ പറഞ്ഞില്ല. പക്ഷേ അവർ ബിഹേവ് ചെയ്തത് അവർക്കിതൊക്കെ നേരത്തെ അറിയാം എന്നതുപോലെയായിരുന്നു. എന്നിട്ട് എല്ലാവരും ഒരു ലൈനായി. ഞാനും അവരുടെ കൂടെ ചെന്ന് നിന്നു. ആൻഡ് ഈ ലൈൻ നമ്മുടെ കെമിസ്ട്രി ലാബിന് സൈഡിലുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ആ സ്റ്റെയർ കേസ് ഒരു ലോക്ക്ഡ് ആയിട്ടുള്ള റൂമിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ആ റൂം ലോക്ക്ഡ് അല്ലായിരുന്നു. ആ റൂം ഞങ്ങളെ കൊണ്ടുപോയത് ഒരു നീണ്ട വലിയ ഹോൾവേയിലോട്ടാണ്. ആ ഹോൾവേ വളരെയധികം സൈലൻ്റ് ആയിരുന്നു. ആൻഡ് അതിൻ്റെ കോർണേഴ്സിലെല്ലാം മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മെഴുകുതിരിയുടെ വാക്സ് ഒന്നും ഉരുകി താഴെ എത്തുന്നില്ല. അത് ഉരുകുന്നുണ്ട്, അത് ഡ്രിപ്പാവുന്നുണ്ട്, പക്ഷേ ഫ്ലോറിലൊന്നും അതിൻ്റെ ഒരു സ്റ്റെയിനുമില്ല. ആ ഹോളിൻ്റെ നടുക്ക് ഒരു മനുഷ്യനിരുന്നു. ദ ലിസണർ. പുള്ളിക്കാരനെ നമുക്കൊരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. ആണിൻ്റെ ശബ്ദമായിരുന്നു. പക്ഷേ ആ രൂപത്തിന് എന്തോ തുണി കൊണ്ട് ചുറ്റിയിരിക്കുന്നത് പോലെ. ആ രൂപം ഓരോരുത്തരുടെയായി പേര് വിളിച്ചു തുടങ്ങി. ആരും റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷേ ഒരു പേര് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് നിന്നൊരു കുട്ടി പ്രസൻറ്റ് എന്ന് പറഞ്ഞു. ആ ലിസണറിൻ്റെ മുഖമൊന്നും കാണാൻ പറ്റില്ല, എങ്കിലും അയാൾ ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഒന്നും സംഭവിച്ചില്ല. ആരും നിലവിളിച്ചില്ല, ഒരു കരച്ചിലോ ഒന്നുമില്ല. പക്ഷേ ആ കുട്ടിയുടെ ID കാർഡ് ഞങ്ങളുടെ ടീച്ചർ വന്ന് റിമൂവ് ചെയ്ത് ആ ലിസണറിൻ്റെ കാലിൽ കൊണ്ടുവച്ചു. അടുത്ത് എൻ്റെ പേരാണ് വിളിച്ചത്. ഞാനൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷേ അപ്പോഴാണ് ആ ലിസണർ പറയുന്നത്, ഷീ ഓൾറെഡി റെസ്പോണ്ടഡ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇല്ല, ഞാൻ പ്രസൻറ്റ് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ടീച്ചർ എൻ്റെ പുറകിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ പോലൊരു പെൺകുട്ടി അവിടെ നിൽക്കുന്നു. ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, അവൾ ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നില്ല. അവൾ മുൻപോട്ട് നടന്നു, എൻ്റെ അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, പ്രസൻറ്റ്. പെട്ടെന്ന് ആ ലിസണർ ഒന്ന് മുരടിയതുപോലെ പെട്ടെന്ന് ആ ഹോൾവേ വാനിഷായി. ഞാൻ വീണ്ടും എൻ്റെ ക്ലാസ് റൂമിൽ തിരിച്ചെത്തി. എല്ലാം പഴയതുപോലെയാണ്. പക്ഷേ ക്ലാസ് റൂമിൻ്റെ ജനലിൽ എനിക്കെൻ്റെ റിഫ്ലക്ഷൻ കാണാം. ഞാൻ കണ്ണടയ്ക്കുമ്പോഴൊന്നും അത് കണ്ണടയ്ക്കുന്നില്ല. ഞാൻ സംസാരിക്കുമ്പോഴൊന്നും അതിൻ്റെ വായു അനങ്ങുന്നില്ല, അത് ശ്വാസവും എടുക്കുന്നില്ല. പക്ഷേ ബാക്കി എല്ലാവരും പഴയതുപോലെയാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ആ നോട്ടീസ് ബോർഡിൻ്റെ അടുത്ത് ഒന്നുകൂടി വന്നു. ഇപ്രാവശ്യം എൻ്റെ പേരിൽ ടിക്കിട്ടിരിക്കുന്നു. ആൻഡ് അതിൻ്റെ താഴെ ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് യുവേഴ്സ് എന്ന്.